കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. കെ അഭിലാഷ്, ഈ 4 മാസം നമ്മൾ ഈ ദുരന്തത്തെ ഓർമ്മിച്ചെടുക്കുമ്പോൾ ഒട്ടേറെ വെള്ളം ആ പാലത്തിലൂടെ പോയി. അതിൽ ദുരന്തബാധിതരായ മനുഷ്യർ പലരും നഷ്ടപ്പെട്ടു. നൗഫലിനെ പോലെ പലരും ആ പേര് തന്നെ ഇട്ട് ഒരു കട തുടങ്ങി. നമ്മൾ ബഷീർക്കയ്ക്ക് ഒരു കട ഇട്ട് കൊടുത്തു, ചിലർക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്തു. എല്ലാ സുമനസ്സുകളും ഒരുമിച്ച് നിന്ന് നമ്മൾ ആ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ ഇപ്പോഴും ദുരന്തബാധിതരുടെ ദുരിതാശ്വാസം എന്നുള്ളതും പുനരധിവാസം എന്നുള്ളതും എങ്ങും എത്താതെ അവശേഷിക്കുകയാണ്. താൽക്കാലിക പുനരധിവാസത്തിനും അപ്പുറം അല്ലേ അഭിലാഷ്? മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരിക്കലും നമുക്ക് ഓർത്തെടുക്കാൻ സുഖകരമുള്ള ഒരു കാര്യമല്ല ഈ വയനാട് നടന്നിരിക്കുന്നത്, ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നടന്നിരിക്കുന്നത്. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് എന്ന് വേണം പറയാൻ. കാരണം സർക്കാരിൻ്റെ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഭാഗികമായിട്ട് തന്നെയാണ് ഇപ്പോഴും പലരിലേക്കും എത്തിയിരിക്കുന്നത്. അതായത് ചിലർക്ക് വീട്ടുവാടക അടക്കം ലഭിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നതാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. അതിന് ചില കാരണങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് പറയുന്നു. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിക്കൊണ്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നതാണ്. ഏതായാലും ചിലർ, അതായത് ദുരന്തബാധിതരായ ചിലർ സ്വന്തം നിലയ്ക്ക് തന്നെ അതിജീവനത്തിൻ്റെ പാത തേടി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ആശ്വാസം പകരുന്നൊരു കാര്യം കൂടിയാണെങ്കിൽ പോലും അത്തരത്തിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായമായി ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് 214 കോടി രൂപയായിരുന്നു. ഏതാണ്ട് 153 കോടി രൂപ കേന്ദ്ര സഹായമായി ഇതിനകം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ 2000-ലേറെ കോടി രൂപ ഇതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിവരുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് വേണ്ടതുണ്ട്. അതേസമയത്ത് അവിടെ ചൂരൽമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിലടക്കമുള്ള പ്രദേശങ്ങൾ ഒന്നാകെ ഒഴുകിപ്പോയിട്ടില്ല എന്ന് BJPയുടെ മുതിർന്ന നേതാവ് വി മുരളീധരൻ്റെ ചില പ്രസ്താവനകൾ വലിയ തരത്തിൽ അവിടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടവരുത്തുകയൊക്കെ ചെയ്തു. ഏതായാലും ചൂരൽമലയിലും മുണ്ടക്കൈയിലുമുള്ള ആളുകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ അലംഭാവം ഉണ്ടായോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ചൂരൽമല മാത്രമല്ല, കോഴിക്കോട് വിലങ്ങാടും അന്ന് അപ്രതീക്ഷിതമായിട്ട് ഉരുൾപൊട്ടിയല്ലോ. ആ ആശങ്കകൾ ഇനിയും ഒഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ചീഫ് സെക്രട്ടറിയും മന്ത്രിയും ഒക്കെ നൽകിയ ഉറപ്പുകൾ ഇപ്പോഴും ഈ റെട്ടേപ്പിൽ പിന്നാലെയാണ്. ഈ ചുവപ്പ് നടയിൽ തന്നെ കുരുങ്ങിക്കിടക്കുക. പുനരധിവാസം ഉടൻ പൂർത്തിയാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് വില്ലേജ് ഓഫീസിലേക്ക് ദുരന്തബാധിതർ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദുരന്തബാധിതരെ ഇങ്ങനെ നടത്തിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വിലങ്ങാടുള്ള ദുരന്തബാധിതരുടെ? കെ അഭിലാഷ്. ഇത് വിലങ്ങാടും സമാനമായ ഒരു സാഹചര്യം തന്നെ. ഒരു പക്ഷേ മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് മാധ്യമ ശ്രദ്ധ പോയപ്പോൾ ഒരു പക്ഷേ വിലങ്ങാട് അത്തരത്തിലൊരു മാധ്യമ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യഘട്ടത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയും ഇതുകൊണ്ട് തന്നെ ചെയ്തു. പക്ഷേ ഇപ്പോൾ അവിടെ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും അടക്കം എത്തി അവിടെ നിലയിരിക്കുന്ന ചില ഉറപ്പുകളുണ്ട്. അതായത് ഇവർക്ക് നൽകുന്ന ആദ്യഘട്ടത്തിൽ നൽകേണ്ടുന്ന വാടക അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ആശ്വാസധനമായി നൽകേണ്ടുന്ന 10,000 രൂപയിൽ 5,000 രൂപ മാത്രമാണ് ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മയ്യഴിപ്പുഴയുടെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന ആ ഭാഗത്ത് മണ്ണൊലിച്ച് അതോടൊപ്പം തന്നെ കല്ലും മരങ്ങളുമൊക്കെ ഒഴുകി അവിടെ നിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഈ മണ്ണും കല്ലും നീക്കം ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ പറയുന്നത് ഇനിയൊരു മഴയുണ്ടാവുകയാണെങ്കിൽ ഈ കല്ലിലും മണ്ണിലും ഒക്കെ തട്ടിക്കൊണ്ട് ഈ നഗരത്തിൽ, അതായത് ഈ ഭാഗത്തേക്ക് ഒക്കെ വെള്ളം കയറി വരാനുള്ള സാഹചര്യമുണ്ട്. കൃഷിസ്ഥലങ്ങൾ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വീടുകളിലേക്ക് വെള്ളം എത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരമൊരു ആശങ്കയുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മേഖലയിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു ധർണയിലേക്ക് അവർ കടക്കുന്നത്. വ്യാപാരി വ്യവസായികളടക്കം ഈ ധർണയോട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തങ്ങളൊക്കെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും അധികൃതർ കേൾക്കണം. ദുരന്തബാധിതരായ മനുഷ്യരാണ്. അഭിലാഷ് പറയുന്നത് പോലെ അവരുടെ ചെറിയ ആവശ്യങ്ങളല്ലേ ഉള്ളൂ, അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദുരന്തം വന്ന് തൊട്ടുപോയിട്ടും ഞെട്ടൽ വിട്ടുമാറാതെ നിൽക്കുന്ന മനുഷ്യരെ ഇനിയും പരീക്ഷിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവർക്ക് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ടി വരുന്നൊരവസ്ഥ അത് സൃഷ്ടിച്ചെടുക്കാതിരിക്കുക ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം.